ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം. നമ്മളെന്ന 9ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, അതായത് അഭിന്നക ഗുണനം എന്ന പാഠഭാഗത്തിലെ പേജ് 96 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം രണ്ടാമത്തെ ചോദ്യം വായിക്കാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ വിത്ത് ലെങ്ത് ഓഫ് ദ സൈഡ് 6 സെന്റിമീറ്റർ. നമുക്ക് ചിത്രത്തിൽ ഒരു റെഗുലർ ഹെക്സഗൺ കാണാം, അതായത് സമഷഡ്ഭുജം. 6 വശങ്ങളും സമമായിരിക്കും, തുല്യമായിരിക്കും. ഓരോ വശവും 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 6 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, എല്ലാ വശങ്ങളും 6 സെന്റിമീറ്റർ വീതമാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ. ഈ സമഷഡ്ഭുജത്തിന്റെ ഏരിയ കാണാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഷഡ്ഭുജത്തെ എന്താക്കാൻ കഴിയും? നമുക്ക് ത്രികോണമാക്കി വായിക്കാൻ കഴിയും. അപ്പൊ ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിൽ ജോയിൻ ചെയ്യാം. ഓപ്പോസിറ്റ് വെർട്ടെക്സ് നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് അപ്പോഴെന്തോ കിട്ടി? 6 ഈക്വലാറ്റർ ട്രയാങ്കിൾസ് കിട്ടി. 1, 2, 3, 4, 5, 6. വി ഗോട്ട് 6 ഈക്വലാറ്റർ ട്രയാങ്കിൾ. അപ്പൊ ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളിലെ ഏരിയ കണ്ടിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഗുലർ ഹെക്സഗന്റെ ഏരിയ കിട്ടത്തില്ലയോ? അങ്ങനെ വേണം നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ കാണാൻ അറിയാം. ഒരു വശത്തിന്റെ നീളവും തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ കാണാം. അപ്പം 6 ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഏരിയ ഓഫ് 1 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ equals √3/4 a square equals √3 into വശം 6, 6 into 6/4. നമുക്കിത് കട്ട് ചെയ്യാം. 2 times here 3, വീണ്ടും ഇവിടെ 2 times 3 into 3 into √3. അപ്പൊ എത്ര വരും? 9√3 എന്ന് കിട്ടും. √3 ഇങ്ങനെയായിട്ട് തന്നെ ഇട്ടിരിക്കുക. 9√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ ഓഫ് 1 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇതുപോലെ 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഇല്ലേ? therefore ഏരിയ ഓഫ് 6 equilateral triangles equals 6 into 9√3. 6 into 9√3 എത്ര കിട്ടും? 6 54, 54√3. 54√3 equals 54 into 1.732. 54നെ 1.732 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 1.732 into 54. 8, 6, 5 2 10, 6, 8, 8, 2, 5. എത്ര കിട്ടും? 93528 എന്ന് കിട്ടും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 93528 equals 93528. 3 പ്ലേസ് ഡെസിമൽ മാറ്റുമ്പോൾ 93.528 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇത് നമുക്ക് കറക്റ്റ് 2 ഡെസിമൽ പ്ലേസസ് ആക്കാം. അപ്പം ഇവിടെ മൂന്നാമത്തെ ഡിജിറ്റ് 8 ആയതുകൊണ്ട് 1 ഇങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടും? 93.53 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. The area of 6 equilateral triangles equals area of hexagon. അല്ലേ? Therefore ഇങ്ങോട്ട് എഴുതാം. Therefore area of regular hexagon equals 93.53 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ ഈക്വൽസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, 93.53
സെന്റിമീറ്റർ സ്ക്വയറിന്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഹൈറ്റ് 12 സെന്റിമീറ്റർ. ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവും പരപ്പളവും കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ് തന്നിട്ടുണ്ട്, അതായത് ഉന്നതി തന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. ഹൈറ്റ് 12 തന്നിട്ടുണ്ട്, 12 സെന്റിമീറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഏരിയ കാണണം, പെരിമീറ്റർ കാണണം. ഏരിയ ഈക്വൽസ് √3/4 a square. പെരിമീറ്റർ ഈക്വൽ സം ഓഫ് 3 sides 3a. അപ്പൊ നമുക്ക് എ അറിയത്തില്ല, പക്ഷെ നമ്മൾ എച്ച് എങ്ങനെയാ കാണുന്നത്? എച്ച് ഇസ് ഈക്വൽ ടു √3/2a നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എച്ച് ഇസ് ഈക്വൽ ടു √3/2a. എച്ച് തന്നിട്ടുണ്ട്. ഇപ്പൊ 12 ഇസ് ഈക്വൽ ടു √3/2. ഇതിന് എ കിട്ടത്തില്ല. എ ഇസ് ഈക്വൽ ടു 12 into 2, 24. Cross multiply by 24 divided by √3. 12 into 2, 24 divided by √3. Multiplying the numerator and denominator by √3. ഇപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? 24 √3/3 എന്ന് കിട്ടും. 24 √3/3. ഇത് കട്ട് ചെയ്യും 8 times. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8 into √3 ഈക്വൽസ് 8√3 എന്ന് കിട്ടും. 8√3 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് സൈഡ് കിട്ടി. അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? പെരിമീറ്റർ ഈക്വൽസ് 3a, സം ഓഫ് 3 sides. 3 into 8√3 ഈക്വൽസ് 24√3 ഈക്വൽസ് 24 into 1.732. 24 into 1.732. നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1.732 into 24. 4 2 8, 12, 9, 6, 4, 6, 3, 34, 8, 6, 5, 1, 4. നമുക്ക് എത്ര കിട്ടും? 41.568. 3 പ്ലേസ് ഡെസിമൽ മാറ്റുവാണെങ്കിൽ 41.568 എന്ന് കിട്ടും. സെന്റിമീറ്റർ എന്ന് കിട്ടും. കറക്റ്റ് 2 ഡെസിമൽ പ്ലേസ് അങ്ങനെ ആക്കുമ്പോൾ ഇവിടെ 8 ആയതുകൊണ്ട് 5ഉം 5ൽ കൂടുതൽ വന്നാൽ ഒന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 7 ആവും. 41.57 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പെരിമീറ്റർ കിട്ടി. ഇനി നമുക്ക് എന്താ കാണണം? ഏരിയ കാണണം. എന്താണ് ഏരിയ? ഏരിയ ഈക്വൽസ് √3a²/4 ഈക്വൽസ് √3/4 into a. നമുക്ക് കിട്ടിയ എത്ര കിട്ടിയ? 8√3. 8√3 ഹോൾ സ്ക്വയർ. അപ്പൊ ഈ വശം എത്ര കിട്ടിയ? 8√3 ഈക്വൽസ് √3/4 into 8ന്റെ സ്ക്വയറും എടുക്കണം, √3യുടെ സ്ക്വയറും എടുക്കണം. √3 into √3 3 വരും അല്ലേ? ഇവിടെ 4ഉം 8ഉം 2. എത്ര കിട്ടും? ഇവിടെ 8 2 16, 16 3 48. 48 √3 എന്ന് കിട്ടും. ഇനി നമുക്ക് √3യുടെ വാല്യൂ ഇടാം. ഈക്വൽസ് 48 into 1.732. 48 into 1.732. നമുക്ക് 48 into 1.732 മൾട്ടിപ്ലൈ നോക്കാം. 732 into 48. 16, 6, 25, 5, 2, 58, 5, 13. Now 4 2 8. എത്ര 6 ആഡ് ചെയ്യുമ്പോൾ 6, 13, 1, here 3, 8. 3 പ്ലേസ് മാറ്റുമ്പോൾ 83.136 എന്ന് കിട്ടും. 83.136 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് 2 പ്ലേസിന് കറക്റ്റ് ആക്കുമ്പോൾ 83 ഇവിടെ
6 ആയതുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യാം, 1 4 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ. നേരെ നമ്മള് പെരിമീറ്റർ കണ്ടുപിടിച്ചു, ഇപ്പോഴും ഏരിയയും കിട്ടും. അപ്പൊ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ബൈ. ഓക്കെ.